മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. പെൺകുട്ടി മാനസിക പീഡനത്തിന് ഇരയായിരുന്നുവെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം പോലീസിൽ പരാതി നൽകി. പിന്നാലെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം പൂക്കോട്ടുംപാടം സ്വദേശി വിഷ്ണുജയെയാണ് എളങ്കൂരിലെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു എളങ്കൂർ സ്വദേശി പ്രഭിനുമായുള്ള വിവാഹം. ഭർതൃവീട്ടിലെ മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാരോപിച്ച് വിഷ്ണുജയുടെ കുടുംബം രംഗത്തെത്തി. തന്നോടും കൂട്ടുകാരികളോടും ഇക്കാര്യം പങ്കുവച്ചിരുന്നതായി പിതാവ് പറഞ്ഞു. മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനം, വളരെ കടുത്ത പീഡനം നേരിട്ടിരുന്നത് ഇപ്പോഴാണ് ഓരോന്നോരോന്ന് നമ്മൾ അറിയുന്നത്. അതായത് അവളൊപ്പം പഠിച്ച കൂട്ടുകാരികളും ഒക്കെ പറഞ്ഞു, അവരൊക്കെ ഓരോന്ന് എടുക്കാണ്ട് അത് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് സൗന്ദര്യമില്ല, ഇവള് തടിയില്ല, നമുക്ക് പറഞ്ഞ് ഇവന്റെ ബൈക്കും കൂടി കയറ്റി കൊണ്ടുപോകില്ല. വിഷ്ണുജയയ്ക്ക് സൗന്ദര്യം കുറവാണെന്നും കൂടുതൽ സ്ത്രീധനം വേണമെന്നും പ്രഭിന്റെ കുടുംബം നിരന്തരം ആവശ്യപ്പെട്ടു. ജോലിയില്ലെന്ന് പറഞ്ഞും ഭർത്താവും ബന്ധുക്കളും ദ്രോഹിച്ചു. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് വിഷ്ണുജയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഭർത്താവ് പ്രഭിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, മലപ്പുറം.